ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ കോർപ്പറേറ്റ് ഗവർണൻസ് ആണല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് കോർപ്പറേറ്റ് ഗവർണൻസ് നമ്മൾ പറഞ്ഞു. എന്തുകൊണ്ടാണ് ഒരു കമ്പനിയിൽ കോർപ്പറേറ്റ് ഗവർണൻസ് മാൻഡേറ്ററി ആയിട്ട് വേണം എന്ന് പറയുന്നതിൻ്റെ കാരണങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഇനി നമുക്ക് പഠിക്കാനുള്ളത് കോർപ്പറേറ്റ് ഗവർണൻസിൻ്റെ കുറച്ച് പ്രിൻസിപ്പിൾസ് ആണ്. ഒരു 13 പ്രിൻസിപ്പിൾസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ 13 ആ ഒരു നമ്പർ കേട്ട് പേടിക്കണ്ട. കാരണം 13 എന്ന് പറയുമ്പോഴേക്കും ആ ഒരു നമ്പറിൽ മാത്രമേ ഉള്ളൂ അത്. കാരണം ഓരോ പ്രിൻസിപ്പിൾസിൻ്റെയും പേര് വായിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓക്കെ ഇതിൻ്റെ അകത്ത് ഇതായിരിക്കും പറയാൻ വേണ്ടി പോകുന്നതെന്ന്. അത്രയേ ഉള്ളൂ. ഓരോ പ്രിൻസിപ്പിളിൻ്റെയും പേര് വായിക്കുമ്പോഴേക്കും നമുക്കൊരു ഐഡിയ കിട്ടും ഇതായിരിക്കും ഇതിനകത്ത് ഉദ്ദേശിക്കാൻ വേണ്ടി പോകുന്നതെന്ന്. അപ്പോൾ 13 എന്ന് പറയുന്ന ആ ഒരു നമ്പർ കേട്ടിട്ട് ആരും പേടിക്കേണ്ട, ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ബോർഡ് പർപ്പസ്. എന്താണ് ഒരു ബോർഡിൻ്റെ പർപ്പസ്? എന്തിനു വേണ്ടിയാണ് ഒരു ബോർഡ്? നമ്മൾ പറഞ്ഞ് ഒരു കമ്പനിയിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ അവരുടെ ഒരു ബോർഡ് മാൻഡേറ്ററി ആയിട്ട് വേണമെന്ന് അല്ലേ. എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? എന്താണ് ഇതിൻ്റെ പർപ്പസ്? എന്തുകൊണ്ടാണ് ഇങ്ങനെ വേണമെന്ന് പറയുന്നത്? ഇത്രയേ ഉള്ളൂ. ദ ബോർഡ് മസ്റ്റ് പ്രൊട്ടക്ട് ഷെയർ ഹോൾഡർ ഇൻട്രസ്റ്റ് വയൽ ബാലൻസിങ് ദോസ് ഓഫ് അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അല്ലേ. ഷെയർ ഹോൾഡേഴ്സിൻ്റെയും സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ബോർഡിൻ്റെ പർപ്പസ്. അതിന് വേണ്ടിയാണ് ആക്ച്വലി ഒരു ബോർഡ്. ആരാണ് ഷെയർ ഹോൾഡർ? ആരാണ് സ്റ്റേക്ക് ഹോൾഡർ? ഷെയർ ഹോൾഡർ ആരാണ്? നമ്മുടെ കമ്പനിയുടെ റിയൽ ഓണേഴ്സ്, നമ്മുടെ കമ്പനിയുടെ ഷെയർ കൈവശമുള്ളവർ അല്ലേ, ഉടമസ്ഥരി. ആരാണ് ഷെയർ ഹോൾഡേഴ്സ്? ആരാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്? നമ്മുടെ കമ്പനിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നവരെല്ലാവരും കമ്പനിയുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്. അത് ക്രെഡിറ്റേഴ്സ് ആവാം, എംപ്ലോയീസ് ആവാം, കസ്റ്റമേഴ്സ് ആവാം, അതുപോലെ തന്നെ ഗവൺമെൻറ് ആവാം. ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നവരെല്ലാവരും കമ്പനിയുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്. ഷെയർ ഹോൾഡേഴ്സ് കമ്പനിയുടെ റിയൽ ഓണേഴ്സ്, കമ്പനിയുടെ ഷെയർ കൈവശമുള്ളവർ. അപ്പോൾ ആരാണ് ഷെയർ ഹോൾഡേഴ്സ് എന്നും ആരാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്നും മനസ്സിലായിട്ടുണ്ട്. ഞാനിത് ഫസ്റ്റ് ക്ലാസ്സിലേ പറഞ്ഞതാണ്. അപ്പോൾ അതൊരിക്കലും തെറ്റിപ്പോകരുത്. ഇവർ രണ്ടുപേരും ഒന്നല്ല. ഓക്കെ, അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെയും സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ബോർഡിൻ്റെ പർപ്പസ്. നമ്മുടെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ, ബോർഡിൻ്റെ പർപ്പസ്. എടാ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ആരാണ് ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സെലക്ട് ചെയ്യുന്നത്? ഷെയർ ഹോൾഡേഴ്സ് ആണ് അല്ലേ. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് വേണ്ടിയല്ലേ നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പണിയെടുക്കേണ്ടത്? അവരുടെ ഇൻട്രസ്റ്റിനല്ലേ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്? സിംപ്ലി അത്ര ആലോചിച്ചാൽ വേണ്ടി മാത്രം മതി. അതാണ് ഒരു ബോർഡിൻ്റെ പർപ്പസ്. ഷെയർ ഹോൾഡേഴ്സിൻ്റെയും സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ദെൻ രണ്ടാമത്തെ പ്രിൻസിപ്പിൾ, ബോർഡ് റെസ്പോൺസിബിലിറ്റി അല്ലേ. ഒരു ബോർഡിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താണ് നമുക്ക് നോക്കാം. ഓവർസീ CEO ആൻഡ് സീനിയർ എക്സിക്യൂട്ടീവ്സ് സ്ട്രാറ്റജി, സക്സഷൻ, റിസ്ക് ആൻഡ് ഇൻറ്റേർണൽ കൺട്രോൾ യൂസിങ് പ്രൊഫഷണൽ സ്കെപ്റ്റിസം. പുതിയൊരു ടേമാണല്ലേ, വേറെ ഒന്നുമല്ല. അതായത് എന്ത് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും അവിടെ മെയിൻറ്റെയിൻ ചെയ്യുക. ഇപ്പോൾ ഒരു നമ്മുടെ ഒരു CFOയോ അതല്ലെങ്കിൽ ഒരു CEOയോ അല്ലെങ്കിൽ ആരെങ്കിലും ആയിക്കോട്ടെ, ഒരു സീനിയർ എക്സിക്യൂട്ടീവോ ഒരു റിപ്പോർട്ട് ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതെന്തിനി ഇവിടെ ഈ ഒരു കാര്യം എന്തിന് ഇൻക്ലൂഡ് ചെയ്തു, അങ്ങനെ എപ്പോഴും കണ്ണിങ് ആയിട്ടിരുന്നിട്ട് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ഉന്നയിക്കാൻ വേണ്ടി നോക്കുക. എല്ലാത്തിനും ഓരോ സംശയത്തിൻ്റെ കണ്ണോടെ കാണുക. അതാണ് പ്രൊഫഷണൽ സ്കെപ്റ്റിസം. ഓക്കെ, ഇതെന്തിനാണ്? ആരെ മോണിറ്റർ ചെയ്യാനാണ്? CEOനെ, അതർ സീനിയർ എക്സിക്യൂട്ടീവ്സിനെ അല്ലേ. അപ്പോൾ ഇവരെ മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ് ബോർഡിൻ്റെ റെസ്പോൺസിബിലിറ്റി. CEO, നമ്മുടെ സീനിയർ എക്സിക്യൂട്ടീവ്സ്, അതുപോലെ തന്നെ ഇൻറ്റേർണൽ കൺട്രോൾ, റിസ്ക്, ഇതെല്ലാം മോണിറ്റർ ചെയ്യുക. എങ്ങനെ? പ്രൊഫഷണൽ സ്കെപ്റ്റിസം ഉപയോഗിച്ചുകൊണ്ട്. അതായത് ഒരു ചോദ്യം, ഇതിങ്ങനെ വന്നു, എന്താണ് ഇവിടെ ഇതിൻ്റെ ആവശ്യം, അങ്ങനെ എല്ലാത്തിനും ഒരു സംശയത്തിൻ്റെ കണ്ണോടെ കാണുക. അപ്പോൾ രണ്ടാമത്തെ പ്രിൻസിപ്പിൾ എന്തായിരുന്നു? ബോർഡിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്തായിരുന്നു? CEOനെ, നമ്മുടെ സീനിയർ എക്സിക്യൂട്ടീവ്സിനെയൊക്കെ മോണിറ്റർ ചെയ്യുക അല്ലേ, അവരെ ഒന്ന് മേൽനോട്ടം വഹിക്കുക. അപ്പോൾ അതായിരുന്നു രണ്ടാമത്തെ രണ്ടാമത്തെ പ്രിൻസിപ്പിൾസ്. എന്താണ്? ബോർഡിൻ്റെ റെസ്പോൺസിബിലിറ്റി. ഫസ്റ്റ് എന്തായിരുന്നു? ബോർഡിൻ്റെ പർപ്പസ്. മൂന്നാമത്തത് ഇൻ്ററാക്ഷൻ നോക്കാം. എൻകറേജ് സ്ട്രോങ് ട്രാൻസ്പെറൻറ്റ് കമ്മ്യൂണിക്കേഷൻ എമോങ് ബോർഡ് മാനേജ്മെൻറ്റ്, ഇൻറ്റേർണൽ ഓഡിറ്റർ ആൻഡ് ലീഗൽ കൗൺസിൽ. അതായത് ഇവർ 3 പേരും തമ്മിൽ ഒരു ഇൻ്ററാക്ഷൻ ഉണ്ടായിരിക്കണം. അതായത് ഇൻഫർമേഷൻസ് ഫെയർലി ആൻഡ് ഒബ്ജക്റ്റീവ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ആരൊക്കെ തമ്മിൽ? ലീഗൽ കൗൺസിലും ബോർഡ് മാനേജ്മെൻറ്റും അതുപോലെ തന്നെ ഓഡിറ്ററും. ഇപ്പം നിങ്ങളോട് നാളെ ഒരാൾ ചോദിക്കാം, അല്ലെങ്കിൽ എക്സാമിന് വരാം, ആരൊക്കെ തമ്മിലാണ് ഒരു കമ്പനിയിൽ ഇൻ്ററാക്ഷൻ ഉണ്ടായിരിക്കേണ്ടത്? ഓക്കെ, ഇത് മൂന്നാമത്തെ പ്രിൻസിപ്പിളാണ്. ഓക്കെ, ആരൊക്കെ തമ്മിലാണ്? ലീഗൽ കൗൺസിൽ, ബോർഡ് മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ ഓഡിറ്റർ. ഇവർ 3 പേരും തമ്മിലാണ് ഒരു കമ്പനിയിൽ ഇൻ്ററാക്ഷൻ ഉണ്ടായിരിക്കേണ്ടത്. കമ്മ്യൂണിക്കേഷൻസ് കൃത്യമായിട്ട് നടക്കണം ഇവർ 3 പേരും തമ്മിൽ. അതിനാണ് ഇൻ്ററാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മൂന്നാമത്തെ പ്രിൻസിപ്പിൾസും മനസ്സിലായി. ഇനി നാലാമത്തെ പ്രിൻസിപ്പിൾ എന്താണ്? ഇൻഡിപെൻഡൻസ്. ഒരു ബോർഡ് ഓഫ് ഡയറക്ടർ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. അതായത് എന്താണോ അയാളുടെ ഡ്യൂട്ടി, അതായത് ഡയറക്ടർ എന്നുള്ള ഡ്യൂട്ടി അല്ലാണ്ട് അയാൾ വേറെ ഒന്നും ആ കമ്പനിയിൽ ചെയ്യാൻ പാടില്ല. അതായത് വേറൊരു പദവി അല്ലെങ്കിൽ വേറൊരു ജോലി അയാൾക്കവിടെ ഉണ്ടാകാൻ പാടില്ല. അതിനിപ്പോൾ പേഴ്സണൽ ആണെങ്കിലും പ്രൊഫഷണൽ ആണെങ്കിലും ഡയറക്ടർ എന്നുള്ള സർവീസ് അല്ലാണ്ട് അവിടെ
ഒരു ഡയറക്ടർ വേറെ ഒന്നും ചെയ്യാൻ പാടില്ല. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കണം, മാറി നിൽക്കണം അല്ലേ, സ്വതന്ത്രനായിട്ട് നിൽക്കണം. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ജഡ്ജ്മെൻ്റ് ഉണ്ടായിരിക്കണം. അതായത് ഒരു എംപ്ലോയിക്ക് ഒരു നിയമം, മറ്റൊരു എംപ്ലോയിക്ക് വേറെ നിയമം, അങ്ങനെയൊന്നുമില്ല. അവിടെ ബയാസസ് ഒന്നും ഉണ്ടാവരുത്. കൃത്യമായിട്ട് ജഡ്ജ്മെൻ്റ് എടുക്കാൻ വേണ്ടി പറ്റണം. കൃത്യമായിട്ട് ലൈക്ക് നമുക്കൊരു അഭിപ്രായം പറയാൻ വേണ്ടി പറ്റണം. അതാണ് ഒരു ബോർഡിൻ്റെ അല്ലെങ്കിൽ ഒരു ബോർഡ് ഓഫ് ഡയറക്ടറിൻ്റെ ഇൻഡിപെൻഡൻസ് അല്ലേ. ബോർഡ് ഓഫ് ഡയറക്ടർ അവിടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കണം. ആൾക്ക് ഡയറക്ടർ എന്നുള്ള സർവീസിനുപരി വേറൊരു ജോലിയും അല്ലെങ്കിൽ വേറൊരു ഡ്യൂട്ടിയും ഒരു കമ്പനിയിൽ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ജഡ്ജ്മെന്റിലായിട്ട് തീരുമാനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പറ്റണം. അതാണ് ഇൻഡിപെൻഡൻസ്. അഞ്ചാമത്തെ നോക്കാം. എക്സ്പെർട്ടൈസ് ആൻഡ് ഇൻറ്റഗ്രിറ്റി. എക്സ്പെർട്ട് ആവുക. ഏത് ഇൻഡസ്ട്രിയിലാണോ അവരുള്ളത്, ഏത് ഇൻഡസ്ട്രിയിലാണോ ബോർഡ് ഓഫ് ഡയറക്ടർ വരുന്നത്, ആ ഇൻഡസ്ട്രിയിൽ എക്സ്പെർട്ട് ആകാൻ വേണ്ടി നോക്കുക. ഈ ഷെയർ ഹോൾഡേഴ്സ് വെറുതെ ഒരാളെ ബോർഡ് ഓഫ് ഡയറക്ടർ ആക്കത്തില്ലല്ലോ. കാരണം അത്ര നോളജും ലൈക്ക് അത്രയും അത്രയും കാര്യക്ഷമതയൊക്കെ ഉള്ള ഒരാളെ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് ബോർഡ് ഓഫ് ബോർഡിലേക്ക് ബോർഡ് ഓഫ് ഡയറക്ടറായിട്ട് നോമിനേറ്റ് ചെയ്യത്തുള്ളൂ അല്ലെങ്കിൽ സെലക്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇയാൾ എക്സ്പെർട്ടൈസ് ആവണം അല്ലേ, എക്സ്പേർട്ട് ആയിരിക്കണം. ഏത് ഇൻഡസ്ട്രിയിലാണോ വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഏത് ഇൻഡസ്ട്രിയിലെ ബോർഡ് ഓഫ് ഡയറക്ടറാണോ ആകാൻ വേണ്ടി പോകുന്നത്, അവിടെ എക്സ്പേർട്ട് ആവണം. ഓൺഗോയിങ് എഡ്യൂക്കേഷൻ ഉണ്ടാവണം അല്ലേ, അതായത് പഠിച്ചുകൊണ്ടേയിരിക്കണം, എക്സ്പേർട്ട് ആവണം. അതാണ് എക്സ്പെർട്ടൈസ് ആൻഡ് ഇൻറ്റഗ്രിറ്റി. ഇൻറ്റഗ്രിറ്റി എന്ന് പറയുമ്പോൾ എന്താ, സത്യസന്ധനാവുക. അതാണ് എക്സ്പെർട്ടൈസ് ആൻഡ് ഇൻറ്റഗ്രിറ്റി, അഞ്ചാമത്തെ പ്രിൻസിപ്പിൾ. ദെൻ ആറാമത്തത് ലീഡർഷിപ്പ് സ്ട്രക്ചർ. നമുക്ക് നോക്കാം. ഐഡലി ചെയർ നോട്ട് ഈക്വൽ ടു CEO. വേറെ ഒന്നുമില്ല. അതായത് ബോർഡ് ഓഫ് ഡയറക്ടറും CEOയും ഒരാളാകാൻ വേണ്ടി പാടില്ല. ഈ സിഇഒനെ മോണിറ്റർ ചെയ്യുന്നത് ആരാണ്? നമ്മുടെ രണ്ടാമത്തെ പ്രിൻസിപ്പിളിൽ പറയുന്നുണ്ടല്ലേ, അതായത് ബോർഡിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്തായിരുന്നു, സിഇഒനെയും സീനിയർ എക്സിക്യൂട്ടീവ്സിനെ മോണിറ്റർ ചെയ്യുക. അപ്പോൾ ഈ സിഇഒയും ബോർഡ് ഓഫ് ഡയറക്ടറും ഒരാളായി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ, അവിടെ മോണിറ്ററിങ് നടക്കുമോ? അപ്പോൾ അതാണ് പറയുന്നത്, ബോർഡ് ഓഫ് ഡയറക്ടറും സിഇഒയും ഒരാളാകാൻ വേണ്ടി പാടില്ല. അതാണ് ആറാമത്തെ പ്രിൻസിപ്പിളിൽ പറയുന്നത്, ലീഡർഷിപ്പ് സ്ട്രക്ചർ. സിഇഒ വേറൊരാളായിരിക്കണം, ബോർഡ് ഓഫ് ഡയറക്ടർ വേറൊരാളായിരിക്കണം. ഇനി ഇൻ കേസ് രണ്ടുപേരും ഒരാളാണെങ്കിൽ അവിടെ വേറൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഡയറക്ടർ ഉണ്ടായിരിക്കണം. അതാണ് ഈ പറയുന്നത്, ഇഫ് കമ്പൈൻഡ് അപ്പോയിൻറ്റ് എ ലീഡ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ടു പെർസീവ് ഒബ്ജക്റ്റീവ്സ് അല്ലേ. അതായത് രണ്ടുപേരും ഒരാളാണെങ്കിൽ അവിടെ വേറൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഡയറക്ടർ ഉണ്ടായിരിക്കണം. അതല്ലാതെ സിഇഒയും ബോർഡ് ഓഫ് ഡയറക്ടറും ഒരാളാകാൻ പാടില്ല. അതാണ് ലീഡർഷിപ്പ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഏഴാമത്തത് കമ്മിറ്റീസ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ഒരുപാട് കമ്മിറ്റീസ് ഉണ്ടാകണം അല്ലേ. അതായത് ഇവർ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരുപാട് കമ്മിറ്റീസ് ഉണ്ടാകണം. അതിപ്പോൾ കോമ്പൻസേഷൻ കമ്മിറ്റി ആവാം, അതല്ലെങ്കിൽ ഓഡിറ്റ് കമ്മിറ്റി ആകാം. ഓക്കെ, അങ്ങനെ എന്ത് കമ്മിറ്റി വേണമെങ്കിലും ആകാം. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഇവരുടെ തന്നെ കമ്മിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എസ്റ്റാബ്ലിഷ് ഓഡിറ്റ്, കോമ്പൻസേഷൻ ആൻഡ് ഗവേണൻസ് കമ്മിറ്റീസ് വിത്ത് ക്ലിയർ ചാർട്ടർ ആൻഡ് ഇൻഡിപെൻഡൻറ്റ് മെമ്പേഴ്സ് ഉള്ളി അല്ലേ. ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ഒരുപാട് കമ്മിറ്റീസ് ഉണ്ടാകണം. അതിന് എക്സാമ്പിളാണ് എന്ത്, ഓഡിറ്റ് കമ്മിറ്റി, കോമ്പൻസേഷൻ കമ്മിറ്റി, ഗവേണൻസ് കമ്മിറ്റിയൊക്കെ. ഈ കമ്മിറ്റീസ് എന്താണ്, അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി. ഓഡിറ്റ് കമ്മിറ്റി എന്തിനായിരിക്കും, ലൈക്ക് ഓഡിറ്റ്, ഒരു കമ്പനിയിൽ ഓഡിറ്റ് എങ്ങനെ നടത്താം, അതുപോലെ തന്നെ ഏത് എക്സ്റ്റേണൽ ഓഡിറ്റാണ് നമുക്ക് അപ്പോയിൻറ്റ് ചെയ്യാം, എന്തായിരിക്കണം അവരുടെ കോമ്പൻസേഷൻ. അപ്പോൾ അതൊക്കെ കോമ്പൻസേഷൻ കമ്മിറ്റിയിൽ വരും. ഓക്കെ, അപ്പോൾ അതാണ് കമ്മിറ്റീസ് വേണമെന്ന് പറയുന്നത്. ഏഴാമത്തെ പ്രിൻസിപ്പിൾ കമ്മിറ്റീസ്. എട്ടാമത്തത് മീറ്റിംഗ് ആൻഡ് ഇൻഫർമേഷൻസ്. റെഗുലർ ബേസിസിൽ, അതായത് റെഗുലർ ഇൻ്റർവെൽസിൽ ഫ്രീക്വൻ്റ് ആയിട്ട് മീറ്റിംഗ് നടത്തണം. ബോർഡ് ആൻഡ് കമ്മിറ്റീസ് ഷുഡ് മീറ്റ് ഓഫൻ, ഹാവ് ഫുള്ളി ആക്സസ് ടു ഡാറ്റ ആൻഡ് പേഴ്സണൽ ആൻഡ് ഹോൾ എക്സിക്യൂട്ടീവ് സെഷൻസ് വിത്തൗട്ട് മാനേജ്മെൻറ്റ് അല്ലേ. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് എപ്പോഴും ഉണ്ടായിരിക്കണം. കാരണം ഇൻഫർമേഷൻസ് നമുക്ക് ഇപ്പം ഇന്ന് പറയേണ്ട കാര്യം നാളെ പറഞ്ഞതുകൊണ്ട് കാര്യമായോ. അപ്പോൾ പറയേണ്ട കാര്യങ്ങൾ കൃത്യസമയത്ത് പറയണം. അതാണ് മീറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇൻഫർമേഷൻസ് ഫെയർലി ആൻഡ് ഒബ്ജക്റ്റീവ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം. അതുകൊണ്ടാണ് മീറ്റിങ്ങും ഇൻഫർമേഷൻസും വേണമെന്ന് പറയുന്നത്. മീറ്റിംഗ് എന്തായാലും നടത്തണം. അതാണ് മീറ്റിംഗ് ആൻഡ് ഇൻഫർമേഷൻസ്. ഒമ്പതാമത്തത് ഇൻറ്റേർണൽ ഓഡിറ്റ്. ഫസ്റ്റ് ക്ലാസ്സിലെ ഞാൻ പറഞ്ഞു അല്ലേ, കോർപ്പറേറ്റ് ഗവേണൻസിനെ കുറിച്ച് പറയുന്ന ഫസ്റ്റ് ക്ലാസ്സിലെ പറഞ്ഞു എന്താണ് ഇൻറ്റേർണൽ ഓഡിറ്റിൻ്റെ പ്രസക്തി എന്നല്ലേ. നമ്മുടെ കമ്പനിയിൽ നമ്മൾ തന്നെ, അതായത് പുറത്തുനിന്ന് ഒരാൾ നടത്തുമ്പോൾ അത് എക്സ്റ്റേണൽ ഓഡിറ്റ് ആവും. നമ്മുടെ കമ്പനിയിൽ നമ്മൾ തന്നെ ഇൻറ്റേർണൽ ഓഡിറ്റ് നടത്തുമ്പോഴേക്കും നമുക്ക് എന്തൊക്കെ റിസ്ക് ഉണ്ട്, ഇൻറ്റേർണൽ കൺട്രോൾ എവിടെയെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടോ, നമ്മുടെ റിപ്പോർട്ട്സ് ഒക്കെ ആക്യുറേറ്റ് ആണോ, എന്താണ് അവിടെ ഇഷ്യൂ വന്നിരിക്കുന്നത്, ഇതെല്ലാം നമുക്ക് മനസ്സിലായിട്ട് നമുക്കൊരു ക്ലിയർ പിക്ചർ കിട്ടും. അത് നമുക്ക് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒരു ഇൻറ്റേർണൽ ഓഡിറ്റിൻ്റെ പവർ അത്രയേ ഉണ്ട്. നമുക്ക് നോക്കാം. മെയിൻറ്റെയിൻ എ ഫുൾ ടൈം ഇൻറ്റേർണൽ ഓഡിറ്റ് ഫംഗ്ഷൻ റിപ്പോർട്ടിംഗ് ടു ദ ഓഡിറ്റ് കമ്മിറ്റി, എൻഷുർ അൺബയാസ്ഡ് അഷുറൻസ് ഓവർ കൺട്രോൾ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും റിസ്ക്കോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആ ഓഡിറ്റിങ്ങിലൂടെ മനസ്സിലാവും അല്ലേ. അത് നമുക്ക് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റും. ദെൻ കോമ്പൻസേഷൻ. ഇവർക്കൊക്കെ ഉള്ള
കോമ്പൻസേഷൻ നിശ്ചയിക്കുക. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനും സിഇഒക്കൊക്കെയുള്ള കോമ്പൻസേഷൻ നിശ്ചയിക്കുക. അതെങ്ങനെയായിരിക്കും? ലോങ് ടൈം പെർഫോമൻസിൻ്റെ ബേസിൽ, ഷോർട്ട് ടൈം ഗെയിൻസിൻ്റെ അല്ല. ഇവിടെ പറഞ്ഞിട്ടുണ്ട് അലൈൻ പേ വിത്ത് ലോങ് ടൈം പെർഫോമൻസ്, അവോയ്ഡ് ഇൻസെൻറ്റീവ്സ് ദാറ്റ് പ്രൊമോട്ട് ഷോർട്ട് ടൈം ഗെയിൻസ് ഓർ എക്സിക്യൂട്ടീവ് റിസ്ക് ടേക്കിംഗ്. വേറെ ഒന്നുമല്ല, ലോങ് ടൈം പെർഫോമൻസിൻ്റെ ബേസിസിൽ കോമ്പൻസേഷൻ കൊടുക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് ടൈമിലേക്ക് ചിന്തിക്കുമ്പോൾ, അതായത് ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ബോർഡ് ഓഫ് ഡയറക്ടർ ലോങ് ടൈമിലേക്കാണ് പെർഫോമൻസ് ചെയ്യണമെങ്കിൽ അത് കമ്പനിക്ക് നല്ലതാണല്ലേ. അതല്ല ഒരു ഷോർട്ട് ടൈം ഗെയിന് വേണ്ടിയാണ് ആൾ പെർഫോം ചെയ്യണമെങ്കിൽ അത് ആൾക്ക് വേണ്ടി മാത്രമാണ് അല്ലേ, അത് പേഴ്സണൽ ഗെയിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ അത് പ്രൊമോട്ട് ചെയ്യാതിരിക്കുക. ലോങ് ടൈം പെർഫോമൻസിൻ്റെ ബേസിസിൽ കോമ്പൻസേഷൻ നിശ്ചയിക്കുക. അതല്ല ലൈക്ക് ഒരു എന്താ പറയുക, ഒരു മാസം ഒരു ടാർഗറ്റ് കൊടുത്തിട്ട് അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കോമ്പൻസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ആളെ ഇതിനു വേണ്ടി മാത്രമേ പ്രവർത്തിക്കത്തുള്ളൂ. അല്ലാതെ ഒരു കമ്പനിയുടെ വിഷന് വേണ്ടി, കമ്പനിയുടെ മിഷന് വേണ്ടിയൊക്കെ പ്രവർത്തിക്കുമ്പോൾ, അതായത് ലോങ് ടൈം പെർഫോമൻസിന് മുൻനിർത്തിക്കൊണ്ട് ആൾക്ക് കോമ്പൻസേഷൻ നൽകാൻ വേണ്ടി തീരുമാനിക്കുക. അപ്പോൾ കോമ്പൻസേഷൻ നൽകുമ്പോഴേക്കും എപ്പോഴും ലോങ് ടൈം പെർഫോമൻസിൻ്റെ ബേസിൽ കൊടുക്കണം. അതല്ലാതെ ഷോർട്ട് ടൈം ഗെയിൻസിൻ്റെ പ്രൊമോട്ട് ചെയ്യരുതും എന്നാണ് പറയുന്നത്. അത് ആർക്ക് നല്ലതല്ല, കമ്പനിക്ക് നല്ലതല്ല. കാരണം ഷോർട്ട് ടൈം ഗെയിൻസിനെ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ അവരുടേതായിട്ടുള്ള പേഴ്സണൽ ഗെയിൻസിന് വേണ്ടി മാത്രമേ പ്രവർത്തിക്കത്തുള്ളൂ, കമ്പനിക്ക് വേണ്ടി പ്രവർത്തിക്കില്ല. ഓക്കെ, അപ്പോൾ ലോങ് ടൈം പെർഫോമൻസ്, നോട്ട് ഷോർട്ട് ടൈം ഗെയിൻസ്. ഓക്കെ, ദെൻ അടുത്തത് ഡിസ്ക്ലോഷർ. ഒരു കമ്പനിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഷെയർ ഹോൾഡേഴ്സിനെ അറിയിക്കാൻ വേണ്ടി നോക്കുക അല്ലേ. ഇത് അവിടെ പറഞ്ഞിട്ടുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ട്രാൻസ്പെറൻ്റ്ലി വൈ എ പ്രോക്സി സ്റ്റേറ്റ്മെൻറ്റ്, ഫയലിംഗ് ആൻഡ് പ്രസ് റിലീസ് ഇൻക്ലൂഡിങ് റാഷണേജ് ഫോർ ആൻറ്റി ടേക്ക് ഓവർ പ്രൊഫഷൻസ് അല്ലേ. അതായത് പ്രോക്സി സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? വേറെ ഒന്നുമല്ല, അതായത് ഇപ്പോൾ നമ്മുടെ കമ്പനിയിൽ ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെ ആ മീറ്റിങ്ങിൽ പറഞ്ഞു എന്ന് അറിയാൻ വേണ്ടി ആർക്ക് റൈറ്റ് ഉണ്ട്? ഷെയർ ഹോൾഡേഴ്സിന് റൈറ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് എന്ത്? പ്രോക്സി സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ. ഇത് ഡിസ്ക്ലോസ് ചെയ്യുക. എങ്ങനെ? ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. എന്തൊക്കെയാണോ കൃത്യമായിട്ട് നടക്കുന്നത് അത് കൃത്യമായിട്ട് അറിയാൻ വേണ്ടി പറ്റണം. ആർക്ക്? ഷെയർ ഹോൾഡേഴ്സിന്. നമ്മുടെ എൻറോൺ എന്ന് പറഞ്ഞ കമ്പനിയിൽ എന്തായിരുന്നു സംഭവിച്ചത്? അവരുടെ പ്രോഫിറ്റ് കൂട്ടിക്കാണിച്ചു അല്ലേ. പ്രോഫിറ്റ് കൂട്ടിക്കാണിച്ചു. അവർക്ക് ആക്ച്വലി അത്രയും പ്രോഫിറ്റ് ഇല്ലായിരുന്നു, പക്ഷേ പ്രോഫിറ്റ് കൂട്ടിക്കാണിച്ചിട്ട് ഷെയർ ഹോൾഡേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കി. അതുകൊണ്ടാണ് ആ കമ്പനി പൂട്ടിപ്പോയതും ഷെയർ ഹോൾഡേഴ്സിൻ്റെ പണം മൊത്തം നഷ്ടപ്പെട്ടതും. ഓക്കെ, അപ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിരിക്കുക. എന്താണ് ഉള്ളിൽ നടക്കുന്നത് അത് കൃത്യമായിട്ട് ഷെയർ ഹോൾഡേഴ്സിനെ അറിയിക്കാൻ വേണ്ടി നോക്കുക. അതാണ് ഡിസ്ക്ലോഷർ. ദെൻ പ്രോക്സി ആക്സസ്, അലോ ലോങ് ടേം ഷെയർ ഹോൾഡേഴ്സ് മീനിങ് ആക്സസ് ടു നോമിനേറ്റ് ബോർഡ് ഡയറക്ടേഴ്സ്. അതായത് പ്രോക്സി ആക്സസ് എന്ന് പറയുമ്പോഴേക്കും ഈ ലൈക്ക് ആക്സസ് കൊടുക്കുക. ആർക്ക്? ഷെയർ ഹോൾഡേഴ്സിന്. കാരണം ഷെയർ ഹോൾഡേഴ്സാണ് ആര്? നമ്മുടെ ഡയറക്ടേഴ്സിനെയൊക്കെ നോമിനേറ്റ് ചെയ്യുന്നത് ഷെയർ ഹോൾഡേഴ്സാണ്. അപ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ള ആക്സസ് കൊടുക്കുക പ്രോക്സിയിലേക്ക്. ഓക്കെ, അപ്പോൾ അതാണ് പ്രോക്സി ആക്സസ് എന്ന് പറയുന്നത്. അടുത്തത് ഇവാലുവേഷൻ. എല്ലാവരെയും ഇവാലുവേറ്റ് ചെയ്യുക. ആരെയൊക്കെയാണ്? കണ്ടക്ട് ആനുവൽ പെർഫോമൻസ് റിവ്യൂ ഓഫ് സിഇഒ, ബോർഡ് ആൻഡ് കമ്മിറ്റീസ്, യൂസ് റിസൾട്ട് ടു ഇംപ്രൂവ് ഗവർണൻസ് എഫക്റ്റീവ്നെസ് അല്ലേ. അതായത് ഓരോ വർഷം കൂടുമ്പോഴും ഒരു ഇവാലുവേഷൻ നടക്കുക. എങ്ങനെയാണ് ഇവരൊക്കെ ലൈക്ക് വിചാരിച്ചതുപോലെ പെർഫോം ചെയ്യുന്നുണ്ടോ? അത് ബോർഡ് ഓഫ് ഡയറക്ടർ ആയാലും സിഇഒ ആയാലും കമ്മിറ്റീസ് ആയാലും ഓക്കെ, എല്ലാവരെയും ഇവാലുവേറ്റ് ചെയ്യുക. ഇത് ആരാ ചെയ്യേണ്ടത്? ബോർഡ് തന്നെ. കാരണം ഒരു കമ്പനിയുടെ തലപ്പത്തിരിക്കുന്നതാണ് ബോർഡാണ് അല്ലേ. അപ്പോൾ ബോർഡ് തന്നെയാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെയും സിഇഒനെയും അതുപോലെ തന്നെ കമ്മിറ്റീസിനെയൊക്കെ ഇവാലുവേറ്റ് ചെയ്യുക അല്ലേ. ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിളാണ്. എന്നാലേ മനസ്സിലാകത്തുള്ളൂ എങ്ങനെയാണ് എഫക്റ്റീവ് ആണോ കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന്. ഓക്കെ, അപ്പോൾ ഇതാണ് 13 പ്രിൻസിപ്പിൾസ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആ നമ്പർ, ആ ഒരു 13 എന്ന് പറഞ്ഞ ആ നമ്പറിനെ പോലെ അത്രയും പേടിക്കേണ്ട കാര്യമുണ്ടോ നമുക്കിതിനാ? ഓരോ പേര് വായിക്കുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും എന്താണ് അതിൻ്റെ ഉള്ളിൽ പറയുന്നത്. ലെറ്റ്സ് സേ ബോർഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും എന്താണ് ബോർഡിൻ്റെ റെസ്പോൺസിബിലിറ്റി. സിഇഒനെയും അതുപോലെ തന്നെ അതർ സീനിയർ എക്സിക്യൂട്ടീവിനെയൊക്കെ മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ് ബോർഡിൻ്റെ റെസ്പോൺസിബിലിറ്റി. എന്താണെന്നും ബോർഡിൻ്റെ പർപ്പസ്, എന്തിനു വേണ്ടിയായിരുന്നു ഒരു കമ്പനിയിൽ ബോർഡ്? ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിനെയും സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അപ്പോൾ എന്താണോ ആ ഒരു പ്രിൻസിപ്പിളിൻ്റെ പേര് അത് വായിക്കുമ്പോഴേക്കും നമുക്ക് എന്താണ് അതിൽ ഉള്ളിൽ പറയാൻ വേണ്ടി പോകുന്നത് നമുക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ ലൈക്ക് ആ ഒരു 13 എന്ന് പറഞ്ഞ ഒരു നമ്പർ നിങ്ങളുടെ ഹെഡിൽ നിന്ന് ടേക്ക് ഡൗൺ ചെയ്യുക. എന്നിട്ട് ലൈക്ക് സിംപിളി മനസ്സിലാക്കാൻ വേണ്ടി നോക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് 13 പ്രിൻസിപ്പിൾസ്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ ഈ ഒരു പ്രിൻസിപ്പിൾസിനെ കുറിച്ച് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാം കൂടി വരുമ്പോഴേക്കും ഒരു കുഴഞ്ഞ പറയുകയായി പോകും. അപ്പോൾ പ്രിൻസിപ്പിൾസ് അടിപൊളിയായിട്ട് പഠിക്കുക. ദെൻ അടുത്ത ക്ലാസ്സിൽ നമ്മൾ കോർപ്പറേറ്റ് ഗവർണൻസിൻ്റെ ഹയറാർക്കി ആയിരിക്കും നോക്കുന്നത്. കോർപ്പറേറ്റ് ഗവർണൻസിൻ്റെ ഹയറാർക്കി വേറെ ഒന്നുമല്ല, അതായത് ഒരു കമ്പനി പബ്ലിക്കലി ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ്, ആരെയൊക്കെയാണ് ആദ്യം അപ്പോയിൻമെൻറ്റ് ചെയ്യേണ്ടത്, ആർക്കൊക്കെയാണ് ലൈക്ക് ഓരോ ഡ്യൂട്ടി കൊടുക്കേണ്ടത്, ഏതൊക്കെ കമ്മിറ്റീസ് വേണം, എന്താണ് അവരുടെ റെസ്പോൺസിബിലിറ്റി. ഓക്കെ, ഇങ്ങനെയുള്ള ഒരു കമ്പനി ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എന്തൊക്കെയാണോ പ്രൊസീജിയേഴ്സ് അതായിരിക്കും കോർപ്പറേറ്റ് ഗവർണൻസിൻ്റെ ഹയറാർക്കിയിൽ പഠിക്കുക. ഓക്കെ, അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. ഓക്കെ, അപ്പോൾ സീ യു സൂൺ.